ഇന്ന് ബഷീർ ദിനം. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ തുല്യമായ സാഹിത്യകാരനാണ് ബഷീർ. ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. മറ്റു കൃതികളെ പോലെ തന്നെ ആത്മകഥാപരമാണ് ഈ നോവലും. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവലിൽ ആവിഷ്കരിക്കുന്നത്. ജയിലിലെ ഒരു മതിലിനപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും എന്നാൽ അത് സഫലമാവാതെ പോവുകയും ചെയ്യുന്നു. ഒരു നഷ്ടപ്രണയത്തിന്റെ വേദനയാണ് ഈ നോവൽ നമുക്ക് പകർന്നു തരുന്നത്. ഈ കഥ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതേ പേരിൽ 1989 അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ കഥ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ MJ ഇനാസ് എന്ന ശില്പി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത മതിലുകൾ എന്ന ശില്പം സുൽത്താൻ കോട്ടയിലെ ശില്പവാടികയിൽ സ്ഥിതി ചെയ്യുന്നു. Vaikom Muhammad Bashir Bepur Sultan was renowned for his renowned Indian writer and the freedom fighter. He is known for his humanist writing styles and his impactful storytelling. His use of colloquial languages makes his work more adorable and beautiful. And most of his stories are related to ordinary people, and he mostly uses the method of realism in his works. Most of his works focuses on his native people, like for example his work Pathuma's Art or Pathuma's God is a famous work about his native place. And some of his works include Madilukal, Shabdangal and this Pathuma's God, etc. He won Padma Shri in 1982. Thank you. ഓരോ വർഷവും ജൂലൈ 5 മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായി നാമെല്ലാം ആചരിക്കുന്നു. നമ്മുടെയെല്ലാം മനസ്സിൽ മായാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ച എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ എഴുത്തുകൾ ഓരോ വായനക്കാരെയും ഒരുപോലെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയിൽ അദ്ദേഹം മനുഷ്യനും ജന്തുക്കളുമായുള്ള ഹൃദയസ്പർശിയായ ബന്ധങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. കാലത്തിനു മുന്നേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാലത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ. ഇന്ന് ബഷീർ ഡേ. കേരള ജനതയ്ക്ക് ഒട്ടേറെ പ്രിയപ്പെട്ട കലാസാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ജീവിതത്തിന്റെ സത്യങ്ങളെയും ഹാസ്യത്തെയും അനായാസം ചേർത്ത് പിടിക്കുന്നു. വളരെ ലളിതമായ ഭാഷാ ശൈലിയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ രചനകൾ വളരെ പെട്ടെന്ന് മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ബാല്യകാലസഖി. ഇത് തീർത്തും ഒരു പ്രണയകഥയാണ്. മജീദിന്റെയും സുഹറയുടെയും പ്രണയം വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പ്രണയം എന്നതിലും അപ്പുറം ദുഃഖം, യഥാർത്ഥം, വിരഹം, ത്യാഗം എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. കഥയിലെ നായകൻ മജീദ് ബാല്യകാലം മുതൽ തന്നെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അവളാണ് സുഹറ. അവരുടെ പ്രണയം ഭംഗിയായി തുടർന്നെങ്കിലും ഒരു വില്ലനെ പോലെ ജീവിതം മജീദിനെ പലതവണ തള്ളി പറയുന്നുണ്ട്. ജോലി നഷ്ടം, ധനക്ഷാമം എല്ലാം കൊണ്ടും ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ പോകുന്ന ഒരു സിനിമാ രൂപത്തിലല്ല, ഇതിൽ പല തോൽവികളും മജീദിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തെ ഇത്ര ശക്തമാക്കുന്നത്. ബാല്യകാല സഖി എന്ന പുസ്തകം ചെറുതായിരിക്കാം, എന്നാൽ അതിലുള്ള ഭാവനകൾ വളരെ വലുതാണ്. ഒരു വലിയ സിനിമ കണ്ടതുപോലെ ഇതിൽ അലിഞ്ഞു ചേരും. ഇതൊരു പുസ്തകം മാത്രമല്ല, ഒരു അനുഭവമാണ്, ഒരു ഹൃദയത്തിലേറ്റ ഓർമ്മയാണ്. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദ്ധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. കാൽപ്പനികമായ ഒരു പ്രേമലേഖനത്തോടെ ആരംഭിക്കുന്ന കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അതുല്യമായ കൃതികളിൽ ഒന്നാണ് പ്രേമലേഖനം. കേശവൻ നായർ എന്ന യുവാവിന്റെയും സാറാമ്മ എന്ന യുവതിയുടെയും ഗാഢമായ പ്രണയത്തിന്റെ കഥയാണിത്. ബഷീറിന്റെ രചനകളെ സമ്പുഷ്ടമാക്കുന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യം തന്നെയാണ്. ആ ലാളിത്യത്തിലൂടെ തന്നെയാണ് വായനക്കാരുടെ ചിന്തകൾ വൻമരങ്ങൾക്കുള്ള മുളകൾ പൊട്ടുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഏത് ജാതിയാകുമെന്ന് വ്യാകുലപ്പെടുന്ന സാറാമ്മയോട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താം എന്ന് കേശവൻ നായർ പ്രസ്താവനിക്കുന്നിടത്ത് ബഷീർ എന്ന മഹാ എഴുത്തുകാരന്റെ ബഹുസ്വരതയാണ് പ്രതിഫലിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള കഥകളും കഥാപാത്രങ്ങളും കഥാ എഴുത്തുകാരും പുനർജനിക്കട്ടെ.
നമസ്കാരം. ജൂലൈ 5 കഥയുടെ സുൽത്താന്റെ മറ്റൊരു ഓർമ്മദിനം കൂടി. വായനയുടെ വഴികളിൽ ഒട്ടനവധി പ്രാവശ്യം നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ കടന്നുപോയ ഒട്ടനവധി കഥാപാത്രങ്ങളെയും ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി കഥകളെയും സൃഷ്ടിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കുവാൻ മറ്റൊരു ദിനം. ഏറ്റവും ലളിതമായ പ്രയോഗങ്ങളിലൂടെ, വാക്കുകളിലൂടെ, കഥകളിലൂടെ മലയാളികളെ എന്നല്ല ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. കോട്ടയം വൈക്കത്ത് തലയോലപ്പറമ്പിൽ 1908 ജനുവരിയിലെ ഒരു ദിവസം ഉമ്മഭീം എന്നവർ പറ്റപ്പോൾ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കുമായി ഒരു എഴുത്തുകാരൻ പിറവിയെടുക്കുകയായിരുന്നു. 1943 വന്ന പ്രേമലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. ബാല്യകാലസഖി, എൻ്റെ ഉപ്പാപ്പക്കൊരു ആനുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ തുടങ്ങി എണ്ണമറ്റ കൃതികൾ ബഷീറിൻ്റെ സ്വന്തമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചറിഞ്ഞ് ഭാഷ ഇത്രത്തോളം ലളിതമായി സ്വന്തം കൃതികളിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്ന് ബഷീർ ദിനം. മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ച ഏറ്റവും മികച്ച മലയാള എഴുത്തുകാരിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ട ദിവസം. മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ബഷീർ. ആഴത്തിലുള്ള മാനവികത, ദാരിദ്ര്യം, മതപരമായ സഹിഷ്ണുത എന്നിവ പ്രതിഫലിപ്പിക്കുന്ന യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കൃതികൾ വരച്ചിരിക്കുന്നത്. ലളിതവും എന്നാൽ എപ്പോഴും മലയാള സാഹിത്യത്തിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ളതുമായ ഭാഷയ്ക്ക് പേരുകേട്ടതാണ് ബഷീർ കൃതികൾ. മലയാള സാഹിത്യത്തിന്റെ ഹൃദയങ്ങളിൽ ഒരിക്കലും മരിക്കാത്ത ആത്മാവാണ് ബഷീർ. Today is Waikem Muhammad Bashir Day. I'll talk about Bashir. Waikem Muhammad Bashir was one of the greatest writers in Malayalam literature. He was born on January 21, 1908 in Taleola-Parambu, Kerala. He was not only a writer but also a freedom fighter who participated in Indian independence movement. Bashir is known for his simple and natural style of writing, using everyday Malayalam instead of literary language. His stories often talk about love, poverty, madness, hunger, and human kindness. Some of his most famous works are Balyakalasagi, Pathummayude Aadu, Inde Uppappakkku Aanundaayirunnu, and Madilugal. His characters were often inspired by ordinary people around him, and they felt real and relatable. Bashir also had a great sense of humor, which made his stories both touching and entertaining. He was lovingly called the Beppu Sultan. Because he spent most of his life in Beppu, near Kozhikode. He received the Padma Shri in 1982 for his contributions to literature. Bashir passed away in 1994. But his stories continue to inspire readers of all ages. On Bashir's Day, we remember and celebrate the life of not only a writer, but a humanist who truly understood the soul of common men. Thank you.